MG ശ്രീകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. MG, വളരെ വേദനിക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത്. ശാന്തകുമാരി അമ്മ വിട പറയുമ്പോൾ അങ്ങേക്ക് ഒക്കെ വ്യക്തിപരമായ ഒരുപാട് ഓർമ്മകൾ കാണും ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. ഒരുപാട് വിഷമമുണ്ട്. കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഹലോ പറഞ്ഞോളൂ കേൾക്കാം. എനിക്ക് കുട്ടിക്കാലം മുതൽ അറിയാമല്ലോ, പൂജപ്പുരയല്ലേ. അപ്പം അവിടെ ചെല്ലുമ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് ആഹാരമൊക്കെ കഴിച്ചാണ് ഞങ്ങളൊക്കെ ഒരുമിച്ചാണല്ലോ കളിച്ച് വളർന്നത്, മോഡൽ സ്കൂളും MG കോളേജും ഒക്കെ. അപ്പം അമ്മയുടെ വിയോഗം ഞാൻ പോകാൻ ഇറങ്ങുകയാണ്. ഇന്നലെ ഞാൻ ലാലുവിനെ വിളിച്ചിരുന്നു. അപ്പം ഇവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ന്യൂ ഇയറിന് എന്താണെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ അമ്മയ്ക്ക് തീരെ സുഖമല്ല ശ്രീകുട്ടാന്ന്. അപ്പം ഞാൻ ഇന്ന് ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പം കുറച്ച് മുമ്പ് അറിഞ്ഞു ഞാൻ ഇവിടുന്ന് വീട്ടിലോട്ട് പോവാണ്, പറഞ്ഞതാണ്. അപ്പോഴാണ് ഈ ഫോൺ വന്നത്. അടുത്ത ദിവസങ്ങളിലാണ് ആരോഗ്യം കുറച്ച് മോശമാകുന്നത് അല്ലേ? അത് എനിക്കറിയായിരുന്നു. ഞാൻ മിക്കവാറും വിളിക്കാറുണ്ടായിരുന്നു, അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, കൊച്ചിക്ക്. അമ്മ എന്ന് പറഞ്ഞാൽ ലാലിന് എല്ലാമാണ് അമ്മ. കാരണം എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ എന്തായാലും ഒരുപാട് വിഷമമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓർമ്മകളുണ്ട് ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾ ഈ സ്കൂളിൽ നിന്നൊക്കെ കളി കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഗ്രൂപ്പ് ഇപ്പോഴുള്ള ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോഴും ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ കാപ്പിയും കഴിക്കാൻ മധുരപലഹാരങ്ങളൊക്കെ തന്ന ഒരമ്മ. ഞങ്ങൾക്ക് ആത്മാവിന് നിത്യശാന്തി തരാം. തീർച്ചയായും MG, ആ അമ്മയുടെ മുഖം കാണുമ്പോൾ, കാരണം മലയാളിക്കെല്ലാം സുപരിചിതയാണ്, വല്ലാത്തൊരു ഫീലാണ്, ഹൃദയത്തിലേക്ക് വരുന്ന ഒരു മുഖമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ആഴത്തില് വലിയ ഹൃദയ സാന്ത്വനമൊക്കെ തന്നിട്ടുള്ള ഒരു കൈകളായിരിക്കുമല്ലോ. അയ്യോ, പിന്നെ എന്താ പറയുന്നത്. കാരണം ലാലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ലാലിനെ പോലെ തന്നെയാണ്. ഞാൻ ചെന്നാലും മോനെ വാ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കും. കാരണം അതൊക്കെ ഒരു എന്താ പറയാ, അതുപോലെ അച്ഛനും യു വാസ് ഓൾസോ വെരി നൈസ്. ഇപ്പൊ ജീവിച്ചിരിക്കില്ല. പക്ഷെ അമ്മയുടെ വിയോഗം വിഷമമുണ്ട്, ഒരുപാട് വിഷമമുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യാനാണ്. കാരണം ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. ഇപ്പൊ ഞാൻ 10 മിനിറ്റ് അവിടെ എത്തും, വീട്ടിൽ പോവാ. ഈ മരണവാർത്തയ്ക്ക് ശേഷം മോഹൻലാലുമായി ബന്ധപ്പെട്ടോ? ഇല്ല, ഞാനിപ്പോ ഒരു 10 മിനിറ്റ് ആയിട്ടില്ല. ഫോൺ എടുക്കുന്നില്ല. അപ്പൊ അങ്ങോട്ടേക്ക് പോവുകയാണല്ലേ? ഞാൻ അങ്ങോട്ടേക്ക് പോവാ. എന്തായാലും ഞാൻ ഇന്ന് ചെല്ലാമെന്ന് ഇന്നലെ എന്നെ വിളിച്ചപ്പം ഞാൻ പറഞ്ഞു ഇന്ന് ഷൂട്ടിംഗ് സ്ഥലത്തോട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ തുടക്കം എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. അങ്ങോട്ട് ഉച്ചയ്ക്ക് 3 മണിയാകുമ്പോൾ പറഞ്ഞു. അസുഖ സമയത്ത് അവസാനമായി എന്താണ് കണ്ടതമ്മേ? ഞാനൊരു 2 മാസം മുമ്പാണ്. 2 മാസം. അന്നൊക്കെ സംസാരിക്കുന്ന ഒരു ഘട്ടമായിരുന്നോ? ഏകദേശം അറിയാം, ആൾക്കാരെ അറിയാം. പിന്നെ വയസ്സായില്ലേ, അതിനകം വിഷമം തന്നെയാണ്. കാരണം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ലാലിന്റെ അമ്മ എന്ന് പറയുമ്പം എൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് എന്നെക്കാട്ടി കൂടുതൽ ഇഷ്ടം ലാലിനായിരുന്നു. കുറേ ഫോട്ടോസ് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. അമ്മയായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന എടുക്കുന്ന അതൊക്കെ അതുപോലെ തന്നെയായിരുന്നു. ഒരു കുടുംബപരമായിട്ടുള്ള അടുപ്പമായിരുന്നു. പിന്നെ ഒരു തീർച്ചയായിട്ടും വിഷമമുണ്ട്. അതിപ്പം എന്താ പറയുക. ഞാൻ അങ്ങോട്ട് പോവാൻ പോവാ. ഓക്കെ, തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ MG ശ്രീകുമാർ.